ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ മുരിങ്ങക്കയുടെ പൂവ് ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോരനുണ്ടാക്കാം. പിന്നെ മുട്ട കുത്തി പൊരിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു തോരനായിട്ട് ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. തനിയെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മുട്ട കൂട്ടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇന്നിപ്പോൾ എൻ്റെ ബാക്ക് യാർഡിൽ നിന്ന് എനിക്ക് കുറേ മുരിങ്ങക്കായും പിന്നെ അതിൽ നിന്ന് കുറേ പൂവും കിട്ടി. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഈ പൂവും കൊണ്ട് ഒരു തോരനുണ്ടാക്കാം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആ കുക്കിങ്ങിലേക്ക് കടക്കാം. മുരിങ്ങപ്പൂ തോരനുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് സവാള അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി. പച്ചമുളക് നിങ്ങൾക്ക് സാധാരണ പച്ചമുളക് എടുക്കുക, അല്ലെങ്കിൽ എനിക്കിവിടെ വീട്ടിൽ കാന്താരി ഉള്ളതുകൊണ്ട് ഞാൻ കാന്താരി മുളകാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയത് തോരനിടാനായിട്ട്. ഓക്കെ, തോരനുണ്ടാക്കാൻ ഞാനിവിടെ മുരിങ്ങപ്പൂ കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ചിരിക്കുകയാണ്. ഉണ്ടാവും നന്നായിട്ട് കഴുകിയത് വെള്ളം തോർന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ അതിൽ കുറച്ച് വെള്ളം വീണു, അതാണ് പൊട്ടിത്തെറിക്കുന്നത്, സോറി. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം. ഞാൻ കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് വഴച്ചാണ്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം അതായത് ഒരു പീസ് ഉണക്കമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് കുത്തുമുളക്, അതായത് നമ്മുടെ ഉണക്കമുളക് കുത്തി ചതച്ച് അത് കുറച്ച് ഇടാൻ പോവാണ്. എനിക്ക് കുത്തുമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അത് നന്നായിട്ട് മൂപ്പിക്കണം. ഉള്ളിയെല്ലാം മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ കഴുകി വെള്ളം വരാൻ വെച്ചിരിക്കുന്ന ഈ മുരിങ്ങയുടെ പൂവ് എല്ലാം ഇതിലേക്ക് ഇടാൻ പോവാണ്. ഓക്കെ, കുറച്ച് ഉപ്പ് ഇടണം. ഞാനിവിടെ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഉപ്പിട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി. ഈ പൂവിന് നല്ല സ്മെല്ലാട്ടോ, നല്ല മണമുണ്ട്. ഇതിൻ്റെ നല്ല ഗുണമാണ്, നല്ല പോഷകാഹാരമാണ് ഈ മുരിങ്ങ പൂവ്. ഇനി നന്നായിട്ട് വേവാൻ വേണ്ടി ഞാനൊന്ന് മൂടി വയ്ക്കാൻ പോവാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. പിന്നെ ഇതെന്തായാലും മൂടി വെച്ച് ഇതൊന്ന് വേവട്ടെ. ഒന്ന് ആവി കയറി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. ഇവിടെ തേങ്ങ ചുരണ്ടി ഇത് ഫ്രോസണാണ്. നല്ലൊരു എമൗണ്ട്, കരക്കപ്പോളം തേങ്ങ ചുരണ്ടി ചെയ്തിട്ടിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഇതൊന്ന് പിടിക്കാനായിട്ട് മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാം. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ്, നടുക്ക് ഒരു കുഴി ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് അതിൽ മുട്ട അടിച്ച് വെച്ചേക്കുന്നത് ഇതിലേക്ക് ഒഴിക്കാം. ഇത് കുത്തിപ്പൊരിക്കുന്ന പോലെ പൊരിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുരിങ്ങപ്പൂ മുട്ടത്തോരൻ റെഡിയായി. മുട്ടയെല്ലാം നന്നായിട്ട് മിക്സായി വെന്ത് വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.